ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പി കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ റാഗിക്ക് കോറാന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയാണ്. നമ്മളെ മക്കളൊക്കെ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ബ്ലഡ് കൂടാനും അതുപോലെ കാൽഷ്യം പൊട്ടാസ്യം ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് റാഗിയിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ അളവിൽ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയുള്ളി പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും, ഒരു 4 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, അതുപോലെ ഇതിലേക്ക് 2.5 ടീസ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ അളവിൽ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ പച്ചക്കറികൾ കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി വേണം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മറ്റ് പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറിയുടെ പച്ചപ്പൊന്ന് പോകുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴറ്റരുത്, അപ്പോൾ നമ്മുടെ പച്ചക്കറി കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ സൂപ്പിലൊക്കെ പിന്നീട് വേണ്ടവർ പിന്നീട് ഇടാണ് ചെയ്യാറ്. അപ്പോൾ ചിലർക്കൊന്നും ഉപ്പ് കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ കൂടിപ്പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ ഉപ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ചിലർക്ക് ഒരുപാട് എരിവ് അങ്ങ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് എത്രയാണോ നമ്മൾ സൂപ്പ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ബൗള് സൂപ്പാണ് തയ്യാറാക്കുന്നത്. 2.5 സ്പൂൺ റാഗി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ ഇടട്ടോ. മക്കൾക്കൊക്കെ ചിക്കൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് ചിക്കനും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനും കൂടി ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മറ്റുള്ള പച്ചക്കറി കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കന് ഇതിലേക്ക് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് 1 സ്പൂൺ എടുത്തിട്ട് നോക്കിയിട്ട് നമുക്കിതിലേക്ക് റാഗി ഇതുപോലെ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് നല്ല പാകത്തെ ഒരു കുറുക്കായി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പിന്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ റാഗി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് പോലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.